നമസ്കാരം. കൃഷ്ണാരൂപത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഓടക്കുഴലൂതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചു വച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും അധ വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പേലിച്ചൂടി കരിമുകിൽ വടിവം പോണ്ടു നിൽക്കും മുകുന്ദൻ നൽ കാരുണ്യേന നിത്യം മമ ഹൃദയ കളിയാടിയിടുവാൻ കൈത്തൊഴുന്നേൻ. ഈ ഒരു ശ്ലോകം ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണ്ണികൃഷ്ണനെ ഇന്ന് സ്തുതിക്കേണ്ടത് കേട്ടോ. എന്തായാലും ആ ഉണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ ഞാൻ ഒരു ഭജനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 തവണ പറഞ്ഞത് 2 രീതിയിലായിപ്പോയി. അപ്പോൾ ഒരു തവണ പറഞ്ഞത് 7 ദിവസം ഭജിക്കാമെന്നും ഒരു തവണ പറഞ്ഞത് 12 ദിവസം ഭജിക്കാമെന്നുമാണ്. അപ്പോൾ കുറേ പേർക്ക് സംശയമായി 7 ആണോ 12 ആണോ. അങ്ങനെ ഞാൻ 7 എന്നാട്ടോ ഉദ്ദേശിച്ച്. ആദ്യം പറഞ്ഞത് ഞാൻ 7 എന്നാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എവിടേക്കോ ഞാൻ 12 എന്നായിപ്പോയതാണ്. അപ്പോൾ 7 ദിവസത്തെ ഭജനാണ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആരംഭിക്കാൻ സാധിക്കാത്തവർ, പുലയോ വാലായ്മയോ അല്ലെങ്കിൽ പീരീഡ്സൊക്കെ കാരണം ഇന്ന് ആരംഭിക്കാൻ സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്നാണോ ആവുന്നത് അന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൽ പോയിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു പാലഭിഷേകമാണ് തൊഴുതത്. പാലഭിഷേകം തൊഴാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കുറേ കാലമായി ഞാൻ പാലഭിഷേകം തൊഴുതിട്ട് കേട്ടോ. ഈ അടുത്ത കാലത്ത് ഞാൻ പാലഭിഷേകത്തിൻ്റെ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അഭിഷേകത്തിൻ്റെ സമയം കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് എത്താറ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇന്നെനിക്ക് പാലഭിഷേകം കാണാൻ സാധിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ഒരു എനർജിയിലാണ് ഞാൻ കുറച്ച് നേരത്തെ ഇട്ട വീഡിയോ. പിന്നെ ഇപ്പം എന്തായാലും ഞാൻ ഉച്ചപൂജ തൊഴുതു വരികയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടക്കുഴൽ ഊതി നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ 2 കാലും പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. നോക്കൂ, ആ വൃന്ദാവനത്തിൽ നിന്ന് പോന്നതിന് ശേഷം നമ്മുടെ ഉണ്ണികൃഷ്ണൻ മനസ്സറിഞ്ഞൊന്ന് ഓടക്കുഴൽ വിളിച്ചത് ഇവിടെ ഗുരുവായൂർ വന്നിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മേൽപ്പത്തൂരിന് 69ാമത്തെ ദശകം ഓടക്കുഴലിലൂടെ കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയാറുണ്ട് ആചാര്യൻ. ആ 100ാമത്തെ ദശകത്തിൻ്റെ രചനയുടെ സമയത്ത് 69ാമത്തെ ദശകത്തിലെ രാസലീല എന്ന ഭാഗത്തിലെ ആ ഒരു ദശകത്തിൻ്റെ ആ ഒരു ട്യൂൺ ആ രീതിയിലായിരുന്നു ഗുരുവായൂരപ്പൻ ഓടക്കുഴൽ ഊതിയിട്ട് നമ്മുടെ മേൽപ്പത്തൂരിനെ കാണിച്ചു കൊടുത്ത് കേൾപ്പിച്ചു കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കുക അല്ലേ. ഇത്ര നല്ലൊരു പേര് ഗുരുവായൂരപ്പൻ എന്ന പേര് ഭഗവാന് കൊടുത്തതല്ലേ. നമ്മുടെ ഉണ്ണികൃഷ്ണന് എത്ര പേരുണ്ടെങ്കിലും പിന്നെയും ഒരു പേര് കിട്ടിയ സന്തോഷമാണ്. പിന്നെയും പുതുതായിട്ടൊരു പേര് കിട്ടിയില്ല. എനിക്ക് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അത് സ്നേഹപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമ്മൾ പലരും പലതല്ലേ വിളിക്കുക. ചിലർ ഉണ്ണികൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ടാവും, ചിലർ കണ്ണാന്ന് വിളിക്കുന്നുണ്ടാവും, ചിലർ കിട്ടാന്ന് വിളിക്കുന്നുണ്ടാവും, കണ്ണൻകുട്ടി എന്ന് വിളിക്കുന്നുണ്ടാവും. എത്ര പേരുകളാലേ നമ്മുടെ ഉണ്ണികൃഷ്ണന്. എല്ലാ പേരിനോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന്. അപ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണന് പുതിയൊരു പേര് നൽകിയ മേൽപ്പത്തൂരിൻ്റെ പാദത്തിലും അനന്തകോടി നമസ്കാരം പറയാണ്. ഇന്നലെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു പുതിയ രീതിയിൽ തുടങ്ങിയതാട്ടോ. ഞാൻ വെറുതെ ഒരു മാറ്റം ആർക്കാലും ഇഷ്ടമില്ലാത്ത. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആരംഭിക്കാറല്ലേ കുറച്ച് കാലമായിട്ട്. ഇപ്പോൾ ചോദ്യം പറയുന്നതിൻ്റെ ഇടയിൽ കഥ വരും കേട്ടോ, ഉറപ്പായിട്ടും. അങ്ങനെ വരാറുണ്ടല്ലോ. പുഷ്പ സജിത്ത് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതേ മോളെ ഇതിനൊരു മറുപടി തരണേ. നാരായണീയെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഭാഗവതം ഉച്ചയ്ക്ക് 12 മണിക്ക് നിർത്തുന്നത് പോലെ നാരായണീയവും നിർത്തണം എന്നുണ്ടോ? ഇതിനൊരു മറുപടി തരണോ? അങ്ങനെയല്ലേ ചേച്ചി. നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം എന്നല്ലാതെ നിർത്തണം എന്നൊരു കമ്പൽസറി ആയിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ചില ആളുകളൊക്കെ ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചില അമ്മമാരുടെ ഗ്രൂപ്പ് നാരായണീയം ചൊല്ലാൻ വരുമ്പോൾ അവർ രാവിലെ 4:30 തുടങ്ങും. അവരൊരു 9 മണിയോടുകൂടി കഴിയും. അങ്ങനെ നിർത്തുന്നവരുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നവരാണ് കേട്ടോ. അതല്ലാതെ
ഇടയ്ക്ക് 7 മണിക്ക് തുടങ്ങി ബ്രേക്ക്, ടീ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. കാർത്തിക എന്നൊരു ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. സരിത, എൻ്റെ മകൾക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയിട്ട് അത് അബോർട്ട് ചെയ്യേണ്ടി വന്നു. കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ. രണ്ടാമതും കുട്ടിക്ക് കുഴപ്പങ്ങളുള്ള കാരണം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനിയും ഫുൾ ആരോഗ്യവാനായിട്ടൊരു അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടൊരു കുട്ടിയെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കണം കേട്ടോ. സന്താന ഗോപാല മന്ത്രം മുടങ്ങാണ്ട് ചൊല്ലൂ. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന സന്താന ഗോപാല മന്ത്രം അത് മുടക്കം കൂടാതെ ചൊല്ലൂ. നാരായണീയത്തിലെ 38ാമത്തെ ദശകം മുടങ്ങാതെ ചൊല്ലൂ. ഇതൊക്കെ സൽസന്താനങ്ങൾ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. കൂടാതെ ഗുരുവായൂരമ്പലത്തിലെ അവതാരം കൃഷ്ണനാട്ടങ്ങളെയും കൂടി ഷീട്ടാക്കിക്കോളൂ. ഇതും കൂടി എന്താ പറയുക, സന്താന സൗഭാഗ്യത്തിന്. അപ്പോൾ ഒരമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആരോഗ്യം ഉണ്ടാവണേ, ആയുസ് ഉണ്ടാവണേ, സദ്ബുദ്ധി ഉണ്ടാവണേ, സൗഭാഗ്യം ഉണ്ടാവണേ എന്നായിരിക്കും അല്ലേ. ഞാൻ അങ്ങനെയാട്ടോ പ്രാർത്ഥിക്കാറ്. ആയുസ് ഉണ്ടാവണേ, ആരോഗ്യം ഉണ്ടാവണേ, സദ്ബുദ്ധി ഉണ്ടാവണേ, സൗന്ദര്യം ഉണ്ടാവണേ, സൗഭാഗ്യം ഉണ്ടാവണേ, ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഇതിലൊന്ന് ഇല്ലെങ്കിൽ വേറൊന്നും വേണ്ട. അതാണ്. ഇപ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ആയുസ് വേണ്ട. കാരണം ആരോഗ്യം ഇല്ലാതെ എങ്ങനെയാണ് ആ കുട്ടിക്ക് സർവൈവ് ചെയ്യുക അല്ലേ. അപ്പോൾ ആയുസ് ഉണ്ടാവണം, വയ്യാതെ കിടപ്പിലായിട്ടല്ല, ആരോഗ്യം ഉണ്ടാവണം. ഇനി ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട്, ദുർബുദ്ധിയാണ്, ദുർഘടം കെട്ട കുട്ടിയാണ്, അങ്ങനെയാണെങ്കിലോ അതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ സദ്ബുദ്ധി ഉണ്ടാവണം. ഇനി അടുത്തത് സൗഭാഗ്യം ഉണ്ടാവണം. ഈ ആയുസ്സും ആരോഗ്യം സദ്ബുദ്ധിയും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഭാഗ്യഹീനനാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യഹീനയാണ്, അങ്ങനെ ആയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് എന്താ ചെയ്യേണ്ടത്, സൗഭാഗ്യം ഉണ്ടാവണം. ആ സൗഭാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരുപാട് സ്വത്തും ഒരുപാട് പൈസയും മുറ്റത്ത് കാറും ഇതൊന്നും അല്ല കേട്ടോ സൗഭാഗ്യം എന്ന് പറയുന്നത്. സൗഭാഗ്യം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ. അടുത്തതായിട്ട് വാമിക എന്ന ഐഡിയിൽ നിന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ അഹസ് വഴിപാട് ഷീട്ടാക്കിയിട്ട് എൻ്റെ മകൾക്ക് ദുബായിൽ ജോലി കിട്ടി. പക്ഷേ ഇപ്പോൾ അവിടെ വല്ലാത്ത സ്ട്രെസ്സായിപ്പോയി ഇന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നൊക്കെയാണ് പറയണത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹസ് തന്നെയാണ് പരിഹാരം. ഒരഹസ് കൊണ്ട് നിർത്തണം എന്ന് ആരാ പറഞ്ഞു? ഒരഹസ് ചെയ്തില്ലേ ഞാൻ, എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലേ, അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ ഇനിയും വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് ചോദിച്ചാൽ എത്ര തവണ വഴിപാട് ചെയ്താലും നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുത്താലേ നമുക്ക് മതിയാവുക ഇല്ലല്ലോ. എത്ര അട നേദിച്ചാലാ മതിയാവുക, എത്ര അപ്പം നേദിച്ചാലാ മതിയാവുക. ഉണ്ണികൃഷ്ണന് അഹസനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാട്ടോ. എന്ത് വഴിപാട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അഹസ് എന്നുള്ള വഴിപാട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരാൾ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം ഭഗവാന് സമർപ്പിക്കുന്നവരുണ്ട്. എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് വഴിപാട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് അഹസ വഴിപാടെന്ന് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് സ്മിത തിലക് എന്ന ഐഡിയിൽ നിന്നാണ് കാണാനുള്ളത്. ഈ അമ്മയ്ക്കൊരു വിഷമമുണ്ട്. അത് ഞാനും എൻ്റെ മോനുമായിട്ട് നല്ല സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ഞങ്ങൾക്ക് തമ്മിൽ വഴക്ക് കൂടണം. എന്താണെന്ന് അറിയില്ല വഴക്ക് കൂടുന്നത്. കുറേ കരഞ്ഞ് ഭഗവാനോട് ചോദിക്കും, എന്തിനാ ഞാനും മകനും ഇങ്ങനെ വഴക്ക് കൂടുന്നതെന്ന്. എനിക്കും വിഷമമാവുന്നു. സരിതമോളെ എന്തെങ്കിലും ഒരു മറുപടി തരുമോ, എൻ്റെ മോനിപ്പോൾ കണ്ടകശനിയാണ്. അമ്മ തന്നെ പറഞ്ഞല്ലോ മോന് കണ്ടകശനിയാണെന്ന്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണേ? കണ്ടകശനിയുടെ സമയത്ത് മോനിങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നതായിരിക്കും, ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്ക് കൂടാൻ. അമ്മയോടല്ലാതെ ആരോടാ മക്കൾ വഴക്ക് കൂടുക? എത്ര ചീത്ത പറഞ്ഞാലും മക്കൾ എന്ന് പറയുമ്പോൾ അമ്മയോട് അതൊരു പ്രത്യേക സ്നേഹമല്ലേ. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും വഴക്ക് കൂടാറുണ്ട് കേട്ടോ. എൻ്റെ മകളും എന്നോട് എപ്പോഴും വഴക്ക് കൂടാറുണ്ട്. അമ്മയോടല്ലാണ്ട് ആരോടാണ് നമ്മൾ വഴക്ക് കൂടുക? അപ്പോൾ അതൊന്നും
അത്ര മനസ്സിലേക്ക് എടുക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും സന്തോഷമായിട്ട് മകൻ പിന്നെയും സംസാരിക്കണില്ലേ, അപ്പോൾ ആ വഴക്കൊക്കെ കുറച്ച് നേരത്തേക്ക് ഉള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും പരിഭ്രമിക്കേണ്ട, ഒട്ടും വിഷമം വിചാരിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കൂ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ നാരായണീയത്തിലെ 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കൂ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അവതാരമാണ്. യശോദമ്മയ്ക്കും ദേവകിയമ്മയ്ക്കും ഒക്കെ ഭഗവാൻ എത്ര വലിയ ഒരു സന്തോഷമാണ് നൽകിയത് അല്ലേ, ആ മകനായി വന്നതിലൂടെ. ഇതേപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഉണ്ണികൃഷ്ണൻ മകനായും കൂട്ടുകാരനും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ, അത് വളരെ നല്ലതാണ്. പിന്നെ മകൻ നന്നായിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ ഉണ്ണികൃഷ്ണനോട് പറയുക, ആ മകൻ ദേഷ്യപ്പെട്ടു, ഈ മകൻ ദേഷ്യപ്പെടുമോ എന്നോട് എന്ന് ചോദിച്ച് കുറച്ച് നേരം സംസാരിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കും. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയല്ലേ. അടുത്തതായിട്ട് ഞാൻ ഹേമ, അമ്പലക്കുളത്തിൽ വന്ന് കുളിച്ചു തൊഴുവാൻ പറ്റുമോ ഈറനോടെ എന്നാണ് ചോദിച്ചത്. എന്താ സംശയം, ഈറനോടെ കുളിച്ചു തൊഴാൻ പറ്റും കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഈറനോടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ. ആ ഈറനോടെ തൊഴുന്നവർക്ക് പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നുമില്ല കേട്ടോ. സാധാരണ പോലെ തന്നെ തൊഴണം, പക്ഷെ ഈറനോടെ തൊഴാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് വിഷ്ണുപ്രിയ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എൻ്റെ മോന് 3 മാസമാവണു. ഉണ്ണിക്ക് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി എന്താണ് ജപിക്കുക നല്ല ഉറക്കമൊക്കെ കിട്ടാനായിട്ട്? ബാലരക്ഷ ചൊല്ലാം കേട്ടോ. ബാലരക്ഷ ചൊല്ലണത് നല്ലതാണ്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം ബാലരക്ഷ അറിയാത്തവർക്ക്. ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് 5 ഗ്രൂപ്പാണുള്ളത്, 5ൻ്റെ ലിങ്ക് കൊടുക്കാം. ഏതിലാണ് ഒഴിവുള്ളതെന്ന് വെച്ചാൽ അതിൽ കയറാം കേട്ടോ. കുറേ പേര് വാട്സപ്പ് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ താഴെ. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയണത്. താഴെ ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ ആ ലിങ്ക് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് വിഷ്ണുപ്രിയ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചേച്ചി നമസ്കാരം ഇങ്ങനെയാണ് ചെയ്യുക, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, ചുരുക്കി പറഞ്ഞു തരുമോന്ന്. ഇന്ന് തൊട്ട് ചേച്ചിയുടെ വീഡിയോ എൻ്റെ കൂടെ വീഡിയോൻ്റെ കൂടെ വരണമെന്നുണ്ടെന്ന്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് 7 ദിവസത്തെ ഭജനത്തിന് കൂടെ വരണമെന്നുണ്ട്. നമസ്കാരം എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം ചെയ്യുക സാധാരണ പോലെ നമ്മൾ ഒരാൾക്ക് ദക്ഷിണ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കില്ലേ, അത് തന്നെയാണ് നമസ്കാരം. നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാന്നേ. സാധാരണ നമ്മൾ ജനിച്ചിട്ട് ഇന്നേ വരെ നമസ്കരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് ചോദിക്കണേ. അതെന്താ അങ്ങനെ ചോദിക്കണേ, എനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ഒരു ഈശ്വരൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ഇല്ലയെന്ന് തന്നെ കരുതുക, ഇല്ലെങ്കിലും നമ്മളൊക്കെ വിവാഹിതരാവില്ലേ, വിവാഹം അല്ലെങ്കിൽ വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കില്ലേ, നമ്മുടെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ വിവാഹം ഉണ്ടാവില്ലേ, ഒന്നും വേണ്ട ഡാൻസിൻ്റെ ഒരു അരങ്ങേറ്റം ഉണ്ടാവില്ലേ. ഈ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് നമസ്കരിക്കാറുള്ളത്, ദക്ഷിണയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ദക്ഷിണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കും. സ്ത്രീകൾ എപ്പോഴും അങ്ങനെയാണ് നമസ്കരിക്കുക. പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിക്കും. ഇതിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിലാവുമ്പോൾ അതിന് അനേകം പ്രത്യേകതകളുണ്ട്. കാരണം ഒരു ആൾ നമസ്കരിക്കുന്ന സമയത്ത് അയാൾക്ക് ഭഗവാൻ അവനവനെ തന്നെ നൽകും എന്നാണ് പറയാറുള്ളത്. ഗുരുവായൂരപ്പനെ തന്നെ നൽകൂത്രേ ഒരു നമസ്കാരത്തിലൂടെ ഒരു ഭക്തന്. അപ്പോൾ അത്രയും ഈശ്വരനെ ലഭിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗമാണ് ഈ ഒരു നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യൂ കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരുടെ അടുത്തും 12 നമസ്കാരം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ തന്നെ എന്താ പറയുക തലകറക്കമുള്ളവർ, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളവർ, ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക ചോദിച്ചിട്ട്. നിങ്ങൾ ഒരു അപകടവും വരുത്തി വെക്കരുത് കേട്ടോ. സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവരോ അല്ലെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമസ്കരിക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. നിങ്ങളതിന് വേണ്ടി ശ്രമിക്കരുത്. ഇതുപോലൊരു ചെയറിലിരിക്കുക, ഇതുപോലൊരു ടേബിൾ മുമ്പിലുണ്ടാവുക, ഹരേ ഗുരുവായൂരപ്പ എന്ന് പറയുക, നമ്മുടെ നെറ്റി ഇങ്ങനെ കുനിഞ്ഞ് മുട്ടിക്കുക. അതും ഒരു നമസ്കാരം തന്നെയാണ് കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇനി ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ കുനിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇല്ലേ.
അടുത്തൊരു ചുമരുണ്ട് വിചാരിക്കുക, ആ ചുമരിൽ നിങ്ങളുടെ നെറ്റി മുട്ടിക്കുക, അതും നമസ്കാരമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ വേണ്ടൂ. ഞാൻ എന്നെ തന്നെ എൻ്റെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എന്തും ഭഗവാൻ സ്വീകരിക്കും. എന്നെ എൻ്റെ ഗുരുവായൂരപ്പന് ഞാനിതാ സമർപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇതാ ഞാൻ അനന്തകോടി നമസ്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ആ ഒരു ചുമരിൽ നെറ്റിമുട്ടിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത് സ്വീകരിക്കും. ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ കേട്ടോ. അതായത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, അതല്ല എനിക്ക് നമസ്കരിക്കാൻ നല്ല മടിയാണ്, അതുകൊണ്ട് ഞാൻ അതേ ചുമരിൽ നെറ്റിമുട്ടിക്കുകയാണ്, ഇത് ഭഗവാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും എനിക്ക് അനുഗ്രഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് മടിയാണ്, ഞാനേ സമയം കിട്ടുമ്പോൾ വന്ന് അനുഗ്രഹിക്കാമെന്ന്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യൂ കേട്ടോ, നമസ്കരിക്കൂ. അടുത്തതായിട്ട് പേരറിയാത്ത ഒരു ഭക്ത 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജോലി ലഭിക്കാൻ നാരായണീയത്തിലെ ഏത് ദശകമാണ് ചൊല്ലേണ്ടത്? 82 ചൊല്ലേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുൻപ്. അടുത്തതായിട്ട് പീരീഡ്സ് ടൈമിൽ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടുണ്ടോ? പാടില്ല, അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. സഹസ്രനാമം ചൊല്ലുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? പറയാം. അടുത്തത് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു പ്രെയർ റുട്ടീൻ പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സഹസ്രനാമം ചൊല്ലുമ്പോൾ നല്ല ഈശ്വര കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഭക്തിപരമായ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിലെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് പോകും. നേരെ മറിച്ച് നമ്മളൊരു സിനിമ കാണുകയാണെന്ന് വിചാരിച്ചു നോക്കൂ, ആ സിനിമയിൽ തന്നെയാവും നമ്മുടെ ശ്രദ്ധ. 10 നാമം ചൊല്ലണം എന്ന് വിചാരിച്ചാലോ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അകന്നകന്നകന്ന് പോകുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുക എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. നമ്മൾ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് ആലോചിക്കുന്നുണ്ടാവില്ലേ ചിലപ്പോൾ. പക്ഷെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കി വിടുക. അത് എന്താ ചിന്തിച്ചോട്ടെ, പക്ഷെ എൻ്റെ ശരീരം അത് ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ടാവും എന്ന് വിചാരിക്കുക. പൂജാമുറിയുടെ അടുത്തേക്ക് പോവുക. ഇങ്ങനെ മനസ്സിലെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത സമയത്തെ കാര്യമായിട്ടോ പറയണേ. പൂജാമുറിയുടെ അടുത്ത് പോകുമ്പോൾ ഭഗവാന്റെ ഏതെങ്കിലും ഒരു വിഗ്രഹം കാണും, അല്ലെങ്കിൽ ഒരു വിളക്ക് കാണും, അല്ലെങ്കിൽ ഒരു തിരി കാണും. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. വീണ്ടും നമ്മൾ ഓക്കെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് കരുതി അവിടെ നിന്ന് പോയി 4 അടി നടക്കുമ്പോഴേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ വീണ്ടും പോകും. പക്ഷെ നമ്മളൊരു 100 നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിലൊരു നാമമെങ്കിലും നമ്മൾ ഭഗവാനെ ആലോചിച്ചിട്ടാണ് ജപിക്കുക. അത് മതിയെന്നേ. ആ ഒരു നാമത്തിൻ്റെ പവർ എന്താണെന്നറിയോ? എത്രയോ കോടി ജന്മത്തെ പാപങ്ങൾ കഴുകി കളയാൻ ഒരു നാമത്തിന് പറ്റും എന്നാണ് ആചാര്യന്മാർ പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു പവറൊന്ന് ആലോചിച്ച് നോക്കൂ, അത്ര വലുതാണ്. സോ നമ്മൾ മനസ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക എന്നറിയോ? കോൺസെൻട്രേറ്റ് ചെയ്യണം, വേറൊന്നും ചിന്തിക്കരുത്, നമ്മൾ നാമം ജപിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിനെ നമുക്കൊരു അരമണിക്കൂറായിട്ട് തോന്നും. കാരണം നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ മനസ്സങ്ങടാച്ചാൽ പോട്ടെ, 4 റീല് കാണുന്ന ഇടയിലാണെങ്കിൽ പോലും നമ്മൾ 4 നാമം ജപിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ നാമത്തിൻ്റെ എണ്ണം ഇങ്ങനെ കൂടും ഗ്രാജ്വലി. ഈ വെറുതെ ഇങ്ങനെ നാരായണ 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 എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ശ്രദ്ധിക്കാതെ എന്നൊരു തോന്നൽ വരില്ലേ? കാര്യമുണ്ടെന്നേ. നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ നാവിന് അതൊരു ശീലമായി മാറും. നാരായണ നാരായണ ചൊല്ലണം. ക്രമേണ നമ്മൾ ഈ മൊബൈൽ മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചാലും നമ്മുടെ നാവിൽ നാരായണ നാരായണ വരും. ക്രമേണ 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 നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമേ അല്ല, വർഷങ്ങളോളം എടുക്കുമായിരിക്കാം. എടുത്തോട്ടേന്നേ. എന്നാലും നമുക്ക് വൺസ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമല്ലോ. മുഴുവനായിട്ടും വിശ്വാസപൂർവ്വം നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്ത് ഫോൾട്ട് വന്നാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ അതൊക്കെ മറികടക്കാൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു പ്രെയർ റുട്ടീൻ പറഞ്ഞു തരുമോ? പ്രെയർ റുട്ടീൻ ഞാൻ എപ്പോഴും പറയേണ്ടത്, ഇപ്പോൾ പറഞ്ഞതും ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റിയതാണ്. ഏത് ദിവസമാണെങ്കിലും നമുക്ക് നാരായണനാമം ചൊല്ലാം. പീരീഡ്സ് ആണെങ്കിലും പോലെയാണെങ്കിലും വാലായ്മയാണെങ്കിലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് നാരായണനാമം ചൊല്ലാം. അപ്പോൾ എപ്പോഴും നമ്മൾ നാരായണനാമം ചൊല്ലും. അതാണ് ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെന്താ, ബാക്കിയെല്ലാം നമുക്കിനി വേറൊരു കാര്യവും കൂടി എല്ലാ ദിവസവും ചെയ്യാം. കേൾക്കാം, ഗുരുവായൂരപ്പനെ കുറിച്ച് കേൾക്കാം. ആരെങ്കിലും പറയുന്നത് ഞാൻ പറയണ കേൾക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നവമാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അനേകം കൃഷ്ണചിത്രങ്ങളുണ്ടായിരിക്കും. അതൊക്കെ വഴി നമുക്ക് ഭഗവാനെ കാണാനും കേൾക്കാനും സാധിക്കും. ഇത് മതിയല്ലോ നമ്മുടെ ഒരു എന്താ പറയുക, കുറച്ച് നേരം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ ഇത്രയും പോരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെയിലി റുട്ടീനിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട്
വേറെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള നാമം ജപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 1 കഴിഞ്ഞ 2025 ഡിസംബർ 1 മുതൽ അരമണിക്കൂർ നാമം ജപിക്കണമെന്നും 12 നമസ്കാരം ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ വൈശാഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. ഇതൊക്കെ കൂടി കൺഫ്യൂസ് ആവുന്നുണ്ട്. അതായത് അന്ന് മുതൽ ചെയ്യുന്ന ആൾക്കാർ പിന്നെ വൈശാഖത്തിൽ പറഞ്ഞു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണോ? ഇപ്പോൾ 7 days പറഞ്ഞു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരുന്നവരുണ്ട്. ഇവരോടായിട്ട് ഞാൻ പറയാം, ഡിസംബർ 1 മുതൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്ര പേര് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ആ വീഡിയോ കണ്ടത് 100 പേരാണെന്ന് വിചാരിക്കാം. അതിലൊരു 50 പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 50 പേരിൽ ഒരു 25 പേർക്ക് ഡിസംബർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതങ്ങനെ കുറഞ്ഞു ഒരു 5-10 പേർക്ക് ഇത് ഇത്രയും കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വൈശാഖം തുടങ്ങിയപ്പോൾ വീണ്ടും ഇനി ഈ സവിത പറഞ്ഞ അന്ന് ഡിസംബറിൽ പറഞ്ഞതാ, കുറച്ച് ദിവസമൊക്കെ ചെയ്ത് പിന്നെ നിർത്തി, ഞാനിപ്പോൾ വൈശാഖത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചവരുണ്ടാവും. അങ്ങനെ വിചാരിച്ചവർക്കും ഈ വൈശാഖം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു 7 ദിവസത്തെ ഭജനം എന്ന് ഞാൻ പറയണത്. അതല്ലാത്തവർ, അതായത് അന്ന് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവർ ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അതുപോലെ തന്നെ പോയിക്കോട്ടെ, അതല്ലേ നല്ലത്. അടുത്തതായിട്ട് ഞാൻ മിഥിലയാണ് 7 days ഞാനും ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണീയം ഇപ്പോൾ എഴുതുന്നുണ്ട്, ബാക്കിയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഗുരുവായൂരപ്പന് പശുക്കിടാവിനെ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയൂ. പശുവിനെയും പശുക്കിടാവിനെയൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ദേവസ്വത്തിൽ പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ രാവിലെ ശിവേലിക്ക് ശേഷം സമർപ്പിക്കുക എന്നുള്ളതാണ് ചടങ്ങ്. പക്ഷേ ഇപ്പോൾ പുതുതായ പശുക്കിടാവിനെ എടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ആകുമ്പോൾ പ്രതീകാത്മകമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ഷേത്രം മാനേജറെ കണ്ട് സംസാരിക്കണം. എത്ര രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടതെന്ന് മുൻകൂട്ടി അവർ പറഞ്ഞു തരും. ആ രൂപ അടയ്ക്കുകയാണെങ്കിൽ ദേവസ്വത്തിൽ ഓൾറെഡി ഉള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വകയായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കും. അതാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ തലേദിവസം തന്നെ വന്ന് ദേവസ്വം മാനേജറെ കണ്ട് സംസാരിക്കേണ്ടതാണ് കേട്ടോ. അടുത്തതായിട്ട് നീതു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത +1 പഠിക്കുന്ന എൻ്റെ മകന് ഒട്ടും അനുസരണ ഇല്ലാത്ത പെരുമാറ്റമാണ്. വിളക്ക് വയ്ക്കുകയോ നാമം ചൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല മകൾക്ക് കേട്ടോ. തീരെ ഭക്തിയുമില്ല. എനിക്ക് ഭഗവാനെ ഒരുപാട് ഇഷ്ടമാണ്. നാരായണീയം വായിക്കാൻ അറിയാത്ത ഞാൻ യൂട്യൂബിൽ നോക്കി വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നോട് എൻ്റെ മകൾ ചോദിക്കുകയാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച കൃഷ്ണന് ഫോട്ടോയിലുള്ളതുപോലെയുള്ള വസ്ത്രവും ആഭരണവും ഉണ്ടായിരുന്നു എന്ന് എന്താണോ ഉറപ്പ് എന്ന്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും മകളുടെ വാക്ക് ശരിവെച്ചു. എൻ്റെ ഭക്തിയെ കളിയാക്കി. എന്നു മുതലാണ് നീ വലിയ ഭക്തയായത് എന്നൊക്കെ ചോദിച്ചു. എന്നാലും എൻ്റെ കണ്ണ അവരോട് പൊറുക്കണേ. ഇത് നമുക്ക് സനാതനധർമ്മത്തിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. എനിക്കും അറിയില്ല കേട്ടോ, നിങ്ങൾക്കും അറിയില്ല. നമുക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ കിട്ടാത്തത്. 4 പേര് 4 ചോദ്യം ചോദിച്ചാൽ നമ്മൾ അമ്പരന്ന് നിന്ന് പോകുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ +1 പഠിക്കുന്ന കുട്ടീനെയൊക്കെ നമ്മൾ ഇപ്പോഴേ തുടങ്ങി അത് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. എന്ത് തെളിവാണ് ആ കുട്ടിക്ക് വേണ്ടത്? ശരിയാണ്, ആ കുട്ടി കാണുന്ന എല്ലാ ചിത്രങ്ങളും ഒരാളല്ലെങ്കിൽ വേറൊരാളുടെ ഇമാജിനേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൃഷ്ണൻ എന്ന ആരാധ്യമൂർത്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇപ്പോഴും ആളുകൾ, ഗവേഷകർ, നിങ്ങളെല്ലാവരും ഈ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളെല്ലാം വിശ്വസിക്കുന്നത് ശാസ്ത്രത്തിനെയാണല്ലോ. ഓരോ ശാസ്ത്രപ്രകാരവും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകളടക്കമുള്ള എല്ലാം തെളിയിക്കപ്പെട്ടത് എങ്ങനെയാണ്? കടലിൽ മുങ്ങിപ്പോയി എന്ന് ദ്വാരകയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിലാണെങ്കിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ ദ്വാരക ഇപ്പോഴും എന്താ പറയുക, ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇല്ലേ? സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു വീഡിയോയിൽ കണ്ടു,
വളരെയധികം പവർഫുള്ളായിട്ടുള്ള വെപ്പൺസ് വീണിട്ട് തകർന്ന ഭാഗങ്ങളടക്കം ഒരു നഗരത്തിൽ, ദ്വാരക എന്ന നഗരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ ഒരു നഗരം സ്ഥിതി ചെയ്തിരുന്നതെന്ന്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ കെട്ടിടങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ കുട്ടി വിശ്വസിക്കാത്തത്? അപ്പോൾ ഈ മഞ്ഞപ്പട്ടാണോ ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ നിറം ഇതാണോ എന്നുള്ള സംശയമാണെങ്കിൽ ഇതൊക്കെ വെറുതെ ചിത്രകാരന്മാർ ഉണ്ടാക്കി വിടുന്നതല്ല കേട്ടോ. ഇതൊക്കെ പുരാണ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള മഹാത്മാക്കൾ വിശദീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ സപ്താഹവേദികളിൽ നിന്നാവാം, അതല്ലെങ്കിൽ ആചാര്യന്മാരെ പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിൽ നിന്നാവാം. അങ്ങനെയുള്ളവർക്ക് നല്ലോണം പ്രഭാഷണം ചെയ്യാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ആൾക്കാർക്ക് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ സാധിക്കും. അവരുടെ വാക്കുകളാണ് അവരുടെ ചിത്രം. ഇപ്പം ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് നിങ്ങളോട് വർണ്ണിച്ച് പറയുക വിചാരിക്കാം. ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന രൂപമായിരിക്കില്ല കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഒരു ഇമാജിനറി കൃഷ്ണനുണ്ട് അല്ലേ, നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും. ഇത് തന്നെ ഒരു ചിത്രകാരനാണ് കേൾക്കുന്നത് എന്ന് വിചാരിക്കുക. അദ്ദേഹം അതിനെ ഒരു ക്യാൻവാസിലേക്ക് മാറ്റും. ഇങ്ങനെ പല പല ചിത്രകാരന്മാർ പല പല രീതികളിൽ ക്യാൻവാസിലേക്ക് പകർത്തി എഴുതിയതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന് അല്ലേ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണന് പീതാംബരമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർണമെൻറ്റ്സ് ഇന്നതായിരുന്നു. അദ്ദേഹം തലയിൽ മയിൽപ്പീലി ചൂടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും പുല്ലാങ്കുഴൽ ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രഭാഷകർ അതെടുത്ത് പ്രഭാഷണം ചെയ്യുമ്പോൾ ചിത്രകാരന്മാർ അത് ക്യാൻവാസിലേക്ക് പകർത്തുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത്ര ഭംഗിയുള്ള ഒരു ഈശ്വരനെ ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. +1 പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ, അവരുടെ പ്രായത്തിൻ്റെയാണ്. എന്തിനേയും അവർ ചോദ്യം ചെയ്യും, എന്ത് പറഞ്ഞാലും അവർക്ക് ചോദ്യം ചെയ്യണം. പക്ഷെ കുറച്ച് മുതിർന്ന ആളുകൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരും ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈശ്വരൻ ഇങ്ങനെയാണല്ലേ, നിങ്ങളുടെ ഈശ്വരൻ 16,000-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ ഈശ്വരൻ എന്തും ചെയ്യൂല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഇപ്പോൾ അതിൽ തന്നെ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ 16,000-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടല്ലേ, ഭഗവാൻ ഇങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ ഭഗവാൻ എന്ന് പറയുക എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ ഉത്തരം ഉണ്ടാവണം. 16,000 കന്യകമാരെ ഒരാൾ തടങ്കിൽ പറപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരമുള്ള പട്ടമഹിഷി എന്നുള്ള സ്ഥാനം നൽകിക്കൊണ്ട് ഭഗവാൻ സ്വീകരിച്ചു. അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ ഭഗവാന്റെ ലീലകൾ. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാന്റെ ഈ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി വന്നപ്പോൾ സത്യഭാമയുടെ അടുത്തും രുക്മിണിയുടെ അടുത്തും ജാമ്പവതിയുടെ അടുത്തും മിത്രവിന്ദയുടെ അടുത്തും ഭദ്രയുടെ അടുത്തും കാളിന്തിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഭഗവാൻ ഉണ്ടായിരുന്നു. ഈ 16,008 കന്യകമാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്തും ഭഗവാൻ ഉണ്ടായിരുന്നു. ഓരോ ഭാര്യമാരുടെ അടുത്തും ഓരോ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ. ഒരു സ്ഥലത്ത് ഭഗവാനെ കണ്ടത് രുക്മിണി ദേവി ഭഗവാന് താമ്പൂല ചർവണത്തിനായിട്ട് നൽകുന്നു. ഭഗവാൻ അത് സ്വീകരിക്കുന്നു, അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. മറ്റൊരു സ്ഥലത്ത് സത്യഭാമയോടുകൂടി ചൂത് കളിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. വേറൊരു സ്ഥലത്ത് കുട്ടികളെ മടിയിൽ വെച്ചിരിക്കുന്ന ജാമ്പവതിയുടെ കുട്ടികളെ മടിയിൽ വെച്ച് കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജാമ്പവതിയോട് കൂടിയ ഭഗവാനെയാണ് കണ്ടത്. ഇങ്ങനെ ഓരോ ഗൃഹത്തിലും ഒരേ സമയം ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഈശ്വരനായിട്ട് തന്നെയല്ലേ സങ്കല്പിക്കേണ്ടത്. അതല്ലാതെ ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് ഒരേ സമയം ഇത്രയധികം രൂപങ്ങൾ എടുക്കാനും ഇത്രയധികം പേരെ ഒന്നിച്ച് സംതൃപ്തിപ്പെടുത്താനും സാധിക്കില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗഹനമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഏതെങ്കിലും ഒരു ഗുരുവിനെ ആ കുട്ടിയെ കൊണ്ട് സമീപിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളിൽ കുറേ ചോദ്യങ്ങൾ ഇനിയും പെൻഡിങ്ങിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലുമൊക്കെ വിട്ടുപോയ ചോദ്യങ്ങൾ അടുത്ത ദിവസം കൊണ്ടുവരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ.
നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൂടുതൽ കഥകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗവിനാശന സർവ്വപാപവിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണമേ.